ദേവന്റെ വാക്കുകൾ ദേവികയെ ഭയപ്പെടുത്തി. ദേവൻ അല്പം വാശിയുള്ള കൂട്ടത്തിലാണ്. ചിലപ്പോൾ അവൻ പറഞ്ഞതുപോലെ അവളെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് ദേവിക ഭയന്നു. രാത്രി എത്ര കിടന്നിട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവസാനം ദേവിക ദേവന്റെ റൂമിലേക്ക് ചെന്നു. മോനെ. ദേവനും ഉറങ്ങിയിട്ടില്ല. അവൻ വാതിൽ തുറന്നു. മോനെ, ഒന്ന് വരുമോ? അമ്മയ്ക്ക് അല്പം സംസാരിക്കാനുണ്ട്. അമ്മയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം, വിശദീകരിക്കണമെന്നില്ല. മോനെ, പതിയെ പറ, ഗൗരി കേൾക്കും. ദേവിക റൂമിനകത്തേക്ക് നോക്കി പറഞ്ഞു. അമ്മ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഗൗരി ഇവിടെയില്ല. ദേവിക ഒരു ഞെട്ടലോടെ അവനെ നോക്കി. പിന്നെ അവളെവിടെ പോയി? ആ റൂമിൽ. എന്തൊക്കെയാ നീ ഈ പറയുന്നത്? അവളെ ഞാൻ ഒരു ഭാര്യയായി കണ്ടിട്ടില്ല. പോരാത്തതിന് എനിക്ക് പണ്ടേ അവളെ ഇഷ്ടമല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും നീ കെട്ടിയ താലി അവളുടെ കഴുത്തിലുണ്ട്, അതും ദൈവങ്ങളെ സാക്ഷിയാക്കി ചാർത്തിയത്. അവരെ നീ വഞ്ചിക്കരുത്, അവളെയും. ഈ കാര്യത്തിൽ എനിക്ക് അമ്മയുടെ വാക്ക് ധിക്കരിക്കേണ്ടി വരും. എന്നോട് ക്ഷമിച്ചേക്ക്. പുലർച്ചെ 4 മണിക്ക് അനന്യ എയർപോർട്ടിലെത്തും. ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുകയാണ്. നടക്കില്ല ദേവാ. കലിതുള്ളി ദേവിക അത് വിലക്കാൻ ശ്രമിച്ചു. ദേവൻ അമ്മയുടെ മുന്നിൽ ആദ്യമായി അവൻ്റെ വാതിലുകൾ കൊട്ടിയടച്ചു. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയാതെ അടുത്തുള്ള റൂമിൽ നിരാശയോടെ കിടക്കുകയാണ് ഗൗരി. ദേവന്റെ റൂമിൻ്റെ വാതിൽ കൊട്ടിയടച്ച ശബ്ദം കേട്ട് അവൾ ഞെട്ടി എഴുന്നേറ്റു. അവൾ റൂമിന് പുറത്തേക്ക് നോക്കുമ്പോൾ ദേവിക നടന്നു പോകുന്നത് അവൾ കണ്ടു. അമ്മ അറിഞ്ഞു കാണില്ല ഞാൻ ഇവിടെയാണെന്ന് അവൾ മനസ്സിൽ പറഞ്ഞു. പുലർച്ചെയോടെ ദേവൻ അവിടെ നിന്നും എയർപോർട്ടിലേക്ക് യാത്രയായി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ദേവിക ഒരു ഞെട്ടലോടെ എഴുന്നേറ്റു. താഴേക്ക് വന്നപ്പോഴാണ് ദേവൻ പോയി എന്ന് അവൾ മനസ്സിലാക്കിയത്. ഒരു നിരാശയോടെ ഇരിക്കുമ്പോഴാണ് സിന്ദൂരവും ചാർത്തി താലിയും കഴുത്തിലണിഞ്ഞുകൊണ്ട് ഗൗരി അങ്ങോട്ട് വന്നത്. അവൾ ഗൗരിയെ നിസ്സഹായ അവസ്ഥയോടെ നോക്കി. എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നത്? മോളെ, ദേവൻ ഈ വിവാഹത്തിന് ഒരു പ്രാധാന്യവും കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാ നീ ഈ സിന്ദൂരവും താലിയും ഒക്കെ അണിഞ്ഞു നടക്കുന്നത്? ഈശ്വരന്മാരുടെ മുന്നിൽ നിന്ന് ചാർത്തിയതല്ലേ, ഒരു കളിക്ക് വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ല. അവർ കോപിക്കും. ഈ ബന്ധം അവസാനിക്കും വരെ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും. അദ്ദേഹത്തിന് ഞാൻ അന്യാണേലും അദ്ദേഹം എനിക്ക് എൻ്റെ ഭർത്താവാണ്. ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങളിപ്പോൾ 2 മുറികളിലുമായി അല്ലേ? അവളൊരു ഞെട്ടലോടെ അമ്മയെ നോക്കി. തല താഴ്ത്തിക്കൊണ്ട് അവൾ നിന്നു. എല്ലാം ഞാൻ അറിഞ്ഞു. അമ്മയുടെ മനസ്സ് ആകെ തളർന്നു നിൽക്കുവാണ്. എന്തു പറ്റി? ദേവിക ഒന്നും മിണ്ടിയില്ല. പറ അമ്മേ, എന്താ ഇന്നലെ അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്നും അമ്മ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല മോളെ. ഇനിയുള്ള രാത്രികൾ അങ്ങനെ തന്നെയായിരിക്കും. അമ്മേ, ഞാൻ വന്നതിൽ പിന്നെ നിങ്ങളുടെ സമാധാനം പോയി അല്ലേ? അവൾ നിരാശയോടെ ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല മോളെ. ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും നമ്മുടെ ഉറക്കം പോവുക. അമ്മ എന്തൊക്കെയായി പറയുന്നത്? അപ്പോഴാണ് ദേവൻ്റെ കാർ ആ വീടിന് മുന്നിൽ വന്നു നിൽക്കുന്നത്. അദ്ദേഹം എവിടെ പോയതാ അമ്മേ? ഗൗരി ഒരു സംശയത്തോടെ തിരക്കി. മറ്റാർക്കോ ദേവൻ കാറിൻ്റെ ഡോർ തുറന്നു കൊടുക്കുന്നത് ഒരു ആശ്ചര്യത്തോടെ ഗൗരി നോക്കി നിന്നു. അവൾ കാറിൽ നിന്നും ഇറങ്ങി. ഒരു ഞെട്ടലോടെ ഗൗരി അത് നോക്കി നിന്നു. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അനന്യ. ദേവിക അവളെ ചേർത്ത് പിടിച്ചു. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ ഗൗരി. അമ്മ ഇതാണോ പറഞ്ഞത്? കരഞ്ഞുകൊണ്ട് ഗൗരി തിരക്കി. അതെ, നമ്മുടെ സന്തോഷവും സമാധാനവും ഇന്നു മുതൽ നശിക്കും അമ്മേ. ഗൗരി ദേവികയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു. വാ, അകത്തേക്ക് വാ അനന്യ. ദേവൻ അവളുടെ ബാഗും സാധനങ്ങളും എടുക്കാൻ ഏർപ്പാട് ചെയ്തു. അമ്മ, ഇതാണ് അനന്യ. ദേവികയ്ക്ക് നേരെ കെട്ടിപ്പിടിക്കാൻ കൈകൾ ഉയർത്തി അനന്യ അടുത്തു. ദേവിക അവളുടെ വരവിന് വലത് കൈ കൊണ്ട് തടഞ്ഞു. വരരുത്. ഓ, അമ്മയ്ക്കിപ്പോഴും എന്നോട് ദേഷ്യമാണോ? ദേവനൊന്ന് ചിരിച്ചു. അല്ല, ഇതാരാ? ദേവിക പറയും മുന്നേ ദേവൻ പറഞ്ഞു. ഇതിവിടുത്തെ സെർവൻറ്റ്. ഒരു ഞെട്ടലോടെ ഗൗരിയും ദേവികയും അത് കേട്ടു നിന്നു. ഓ ഹായ്, ഞാൻ അനന്യ. ഗൗരി അവളെ തന്നെ നിറകണ്ണുകളോടെ നോക്കി. ദേവാ, എൻ്റെ മുറി എവിടെ? അവൾക്കുള്ള മുറി ദേവൻ ആളുകളെ ഏൽപ്പിച്ച് കാണിച്ചു കൊടുത്തു. അല്ല ദേവാ, നമുക്കൊരു റൂം പോരെ? അനന്യ തിരക്കി. ദേവൻ ഗൗരിയെ ഒന്ന് നോക്കി. സങ്കടം കൊണ്ട് അവളുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. അത് വേണ്ട, നിനക്കുള്ള മുറി അവർ കാണിച്ചു തരും. ഓക്കെ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അനന്യ അവരുടെ കൂടെ റൂമിലേക്ക് നടന്നു. നീ എന്താ പറഞ്ഞത്? ഇവൾ ഇവിടുത്തെ സെർവൻ്റ് ആണെന്ന് അല്ലേ? നീ കെട്ടിയ താലിയാണ് ഇവിടെ കഴുത്തിലുള്ളത്. അതിന് ഞാനെന്ത് വേണം?
ഒരു വിലയും ആ താലിക്ക് ഞാൻ കാണുന്നില്ല. ഊരി മാറ്റാൻ പറയും. നിങ്ങൾ എന്തിനാ എന്നോട് ഇത്രയും അകൽച്ച കാണിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, ഡിവോഴ്സ് ആവുന്നത് വരെ. ഒരിക്കലുമല്ല. ഇത് വെറും കോൺട്രാക്റ്റ് വിവാഹം മാത്രമാണ്. അമ്മ ആ പ്രോപ്പർട്ടി എഴുതി തരുന്ന അന്ന് നീ ഔട്ട്, എന്നേക്കുമായി. എന്ത്? ദേവിക ഒരു ഞെട്ടലോടെ തിരക്കി. അതെ, അങ്ങനെയൊരു കരാറിൽ അവൾ ഒപ്പുവെച്ച് കഴിഞ്ഞു. ആ 50 ഏക്കർ എൻ്റെ പേരിലായ അന്ന് ഇവൾ ഇവിടെ നിന്നും പുറത്താണ്. മഹാപാപി, എന്ത് തെറ്റാടാ ഈ കൊച്ചു നിന്നോട് ചെയ്തത്? ദേവിക കരഞ്ഞുകൊണ്ട് ഗൗരിയെ കെട്ടിപ്പിടിച്ചു. ദേവൻ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് പോയി. ഗൗരി കരഞ്ഞുകൊണ്ട് ദേവികയെ നോക്കി. അമ്മേ, ഇനിയും എന്നെ നിർബന്ധിക്കരുത്. ഞാൻ പൊയ്ക്കോട്ടെ. എങ്ങോട്ടാ മോളെ? നീ ഇവിടെ നിൽക്കും. എൻ്റെ മരുമകൾ നീയാണ്. ദേവികയെ വിഷമിപ്പിച്ചുകൊണ്ട് അവൾക്ക് ഇറങ്ങാൻ തോന്നിയില്ല. പതിയെ അവൾ റൂമിലേക്ക് നടന്നു. ദേവിക കരഞ്ഞു തളർന്നുകൊണ്ട് ഹാളിലിരുന്നു. ഗൗരി റൂമിലിരുന്നാൽ ദേവൻ്റെ റൂമിൽ നടക്കുന്നതെല്ലാം കേൾക്കാൻ പറ്റുമായിരുന്നു. കരഞ്ഞുകൊണ്ട് ഗൗരി തളർന്നിരുന്നു. എന്നെ ഇത്രയ്ക്കും സങ്കടപ്പെടുത്താൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഗണേശ? ഒരു പേടി സ്വപ്നമായിരുന്നു അനന്യ. അവൾ ദേ എൻ്റെ മുന്നിൽ. ഈ താലി എനിക്ക് അഴിച്ചു വെക്കേണ്ടി വരുമോ? എനിക്കതിന് പറ്റില്ല. ഈശ്വരന്മാരെ സാക്ഷിയാക്കി നൽകിയ താലിയാണിത്, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് ആ ശബ്ദം അവളുടെ കാതുകളിൽ കേട്ടത്. ദേവാ. അതെ, അനന്യ ദേവൻ്റെ റൂമിൽ എത്തിയിരിക്കുന്നു. ആ അനന്യ, ഫുഡ് കഴിച്ചോ? രണ്ടുപേരുടെയും സംസാരം മറുവശത്തു നിന്നും ഗൗരി കേട്ടു. ദേവൻ്റെയും അനന്യയുമായുള്ള സംസാരം ഗൗരിയെ ഞെട്ടിച്ചു. ദേവനുള്ളിൽ ഒരു കാമുകനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ദേഷ്യം മാത്രമല്ല, സ്നേഹവും ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പിറ്റേന്ന് ഗൗരി ഉറക്കമുണർന്നപ്പോൾ അവളുടെ കണ്ണുകൾ കരഞ്ഞു വീർത്ത പോലെയായിരുന്നു. ഭാര്യയായി ദേവൻ കണ്ടില്ലെങ്കിലും എന്തോ അവൾക്ക് വല്ലാത്ത വിഷമമായിരുന്നു. കുളിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവൾ സ്വയമൊന്ന് ചിന്തിച്ചു. ഇനി ഈ താലി വേണോ? ഈ സിന്ദൂരം വേണോ? സിന്ദൂരച്ചെപ്പ് തുറക്കുമ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ പിടച്ചിരുന്നു. എന്തിന്? ആർക്ക് വേണ്ടി? എൻ്റെ ഗണേശ, നിന്നെ ഇത്രയും സ്നേഹിച്ച എന്നെ നീ ഇങ്ങനെ പരീക്ഷിക്കേണ്ടായിരുന്നു. അറിയാതെ അവളിൽ ദേവനോടൊരു പ്രണയത്തിൻ്റെ വിത്ത് മുളച്ചിരുന്നു. എന്തിനാ എൻ്റെ കണ്ണുകൾ നിങ്ങൾക്ക് വേണ്ടി നിറയുന്നത്? നിങ്ങളെൻ്റെ ആരാ? ചുമരിൽ തൂക്കിയ ദേവൻ്റെയും ഗൗരിയുടെയും വിവാഹ ഫോട്ടോ അവളൊന്ന് നോക്കി. ദേവൻ അറിയാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഫോട്ടോ അവൾ ആ റൂമിൽ തൂക്കി. നിറകണ്ണുകളോടെ അല്ലാതെ അവൾക്കത് നോക്കിക്കാണാനായില്ല. പതിയെ അവൾ സിന്ദൂരമണിഞ്ഞു. കുറി താലിയിലൊന്ന് തൊട്ടു. റൂമിൽ നിന്നും അവൾ പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് ദേവൻ്റെ റൂമിൽ അനന്യ പോകുന്നത് അവൾ കണ്ടത്. എന്നാൽ അനന്യ ഗൗരിയെ കണ്ടതുമില്ല. താഴെ തന്നെ കാത്തു നിൽക്കുന്നത് പോലെ ദേവിക നിൽപ്പുണ്ടായിരുന്നു. മോളെ. ദേവിക അവളെ കണ്ടപാടെ കെട്ടിപ്പിടിച്ചു. ഇന്നലെ കരഞ്ഞ് ഉറങ്ങിയില്ല അല്ലേ? ദേവിക അവളോട് തിരക്കി. ഒരു ചെറിയ ചിരിയോടെ അവൾ ദേവികയുടെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്കെന്ത് കുഴപ്പം? ഞാൻ സുഖമായി ഉറങ്ങി. അത് പറഞ്ഞു തീരും മുന്നേ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തിനാ മോളെ നീ അമ്മയോട് നുണ പറയുന്നത്? സ്വന്തം ഭർത്താവിനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ഒരു ഭാര്യയ്ക്കും തോന്നില്ല. അറിയാമമ്മേ, മനസ്സുകൊണ്ട് ഭാര്യ ഭർത്താവായി ജീവിച്ചവർക്കാണ് അങ്ങനെ. ഞങ്ങൾ വെറും... ഗൗരി അത് പറഞ്ഞു നിർത്തി. അല്ല മോളെ, ആ പെണ്ണിനെ കണ്ടോ നീ രാവിലെ? അവൾ തല താഴ്ത്തി. എന്താ മോളെ? കണ്ടിരുന്നു. എവിടെ? സാറിൻ്റെ റൂമിലേക്ക് പോയി. ദേവിക ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. എങ്കിലും ദേവിക അവളെ വിഷമിപ്പിക്കാൻ കൂടുതലൊന്നും പറഞ്ഞതും ചോദിച്ചതുമില്ല. മോളെ വാ, നമുക്ക് ആഹാരം കഴിക്കാം. ദേവികയും ഗൗരിയും ആഹാരം കഴിക്കാനിരിക്കുമ്പോഴാണ് അട്ടഹാസ ചിരിയുമായി അനനിയും ദേവനും സ്റ്റെയർ ഇറങ്ങി വരുന്നത് കണ്ടത്. ഗൗരിയും ദേവികയും അവരെ തന്നെ നോക്കി. അനന്യയുടെ കൈകൾ ദേവൻ്റെ കൈകളെ ചുറ്റി വരിഞ്ഞിരിക്കുന്നു. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. കഴിച്ചുകൊണ്ടിരുന്ന ആഹാരത്തിലേക്ക് ഇറ്റി വീണു. ദേവനും അനന്യയും ആഹാരം കഴിക്കാനിരുന്നു. ദേവൻ ഗൗരിയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ഗൗരി തല ഉയർത്തിയതുമില്ല. അവളുടെ മനസ്സിനെ തളർത്തുന്ന കാഴ്ചകളായിരുന്നു അതെല്ലാം. ദേവാ, എന്താ കഴിക്കുന്നത്? എന്തായാലും കുഴപ്പമില്ല. അല്പം നേരം അവളുടെ സംസാരം അവിടെ കേൾക്കാതെയായി. ഗൗരിയും ദേവികയും തല ഉയർത്തി നോക്കി. അല്ല ദേവാ, ഇവളെന്തിനാ നമ്മുടെ കൂടെ? ദേവൻ ഒന്നും മിണ്ടാൻ കിട്ടാതെ നിന്നു. സെർവൻ്റൊക്കെ എന്നാ വീട്ടുകാരായത്? അതെ, ഈ ശീലം നല്ലതല്ല. നാളെ മുതൽ അടുക്കളയിൽ ഇരുന്നോണം. കണ്ണുനീർ അവർക്ക് പിടിച്ചു നിർത്താനായില്ല. തൊണ്ടയിലെന്തോ കുടുങ്ങിയതുപോലെ അവൾക്ക് സങ്കടം അലതല്ലി. അത് പറയാൻ നീ ആരാ? ദേവിക അവൾക്ക് നേരെ ശബ്ദമുയർത്തി. അമ്മേ, അമ്മയ്ക്കറിയില്ലേ? ഞാൻ അമ്മയുടെ ഭാര്യ മരുമകളാ. അല്ലേ ദേവാ? അവൾ ദേവൻ്റെ തോളിൽ ചാഞ്ഞുകൊണ്ട് പറഞ്ഞു.
എന്നാൽ ദേവന് അതിനൊന്നും നൽകാൻ മറുപടി ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ വേണ്ട, നീ ഇപ്പൊ തന്നെ എഴുന്നേറ്റ് പോ, ഇവിടെ നീ ഇരിക്കണ്ട, അനന്യ ഗൗരിയോട് വീണ്ടും പറഞ്ഞു. ഗൗരി ദേവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ദേവൻ അവളെ പുച്ഛഭാവത്തോടെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവൾ കയ്യിൽ പ്ലേറ്റും എടുത്ത് അവിടെ നിന്നും അടുക്കളയിലേക്ക് നടന്നു. മോളെ ഗൗരി. നാശം, ദേവിക അനന്യയെ നോക്കി പറഞ്ഞു. ദേവ, എന്താ അമ്മയ്ക്ക് ഇവളോട് ഇത്ര സോഫ്റ്റ് കോണ്? അത് പിന്നെ അത് പിന്നെ അമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ മകളാണ്. ആരായാലും ഇവിടെ നമ്മുടെ കൂടെ ഇരിക്കണ്ട, നമ്മൾ ഫാമിലി മാത്രം മതി ഇവിടെ.